ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ്. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ബിജെപിയുടെ മലപ്പുറം ജില്ലാ ലീഗൽ സെൽ കൺവീനർ അഡ്വക്കേറ്റ് എം.കെ. സുനിൽ നമ്മോടൊപ്പമുണ്ട്. ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഇപ്പോൾ പാസാക്കിയതിന് ശേഷമാണെങ്കിലും കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ ശക്തമായ പ്രതിഷേധത്തിലാണ്. അവർ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ തന്നെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഹൈബി ഈഡൻ MP ഒക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞത് ഇപ്പോൾ ഒരു വിഭാഗത്തെയാണ്, പിന്നീട് അടുത്ത വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ പഠിക്കുമെന്നൊക്കെ രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വല്ലാത്ത ചർച്ചയാകുന്നുണ്ട്. സാറിനെ ഇക്കാര്യത്തിൽ എന്താണ് പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു വ്യക്തമായ മറുപടി? അല്ല, ഈ ഏത് നിയമവും പാസ്സാക്കുന്നത് ഒരു സമൂഹത്തിൽ ആവശ്യമുള്ള ജനവിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന, അതല്ലെങ്കിൽ കെടുകാര്യസ്ഥതയുടെ മൂർത്തിഭാവമാണ് വഖഫ്. നമ്മുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. വഖഫ് നിന്ന് കിട്ടുന്ന വരുമാനം ഏകദേശം 8 ലക്ഷത്തിലധികം പ്രോപ്പർട്ടികൾ, ഏക്കറയല്ല പ്രോപ്പർട്ടികൾ വഖഫിൻ്റേതായിട്ടുണ്ട്. അത് ഏക്കർ കണക്കിന് സ്ഥലവും ബാക്കി സ്വത്തുവകകളും വരും. അതിൽ നിന്നൊരു വർഷം 123 കോടി മാത്രമാണ് കിട്ടുന്നത് എന്നതുകൊണ്ട് തന്നെ എത്ര വലിയ കെടുകാര്യസ്ഥയും ധൂർത്തും അതോടൊപ്പം തന്നെ ശരിയല്ലാത്ത മാനേജ്മെൻറ്റുകൾ ഇതൊക്കെ വഖഫ് പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. അതുകൊണ്ട് വഖഫിന് നിയതമായ ഒരു നിയമ സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിലുള്ള വഖഫ് ആക്ട് അതിന് പര്യാപ്തമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അമെൻമെൻറ്റുകൾ വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ജനതയെ മുഴുവൻ ഒന്നിച്ച് കാണുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ഏത് വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും മുൻപോട്ട് വരുന്ന സാഹചര്യം ഒരുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതപരിഗണനകളൊന്നും കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള അമെൻമെൻറ്റ് ബില്ലുകൾ പാസ്സാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ക്രിസ്ത്യൻ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അത്തരം അമെൻമെൻറ്റുകൾ ആവശ്യമാണ് എന്ന് തോന്നുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന സമയങ്ങളിൽ അത്തരം അമെൻമെൻറ്റുകൾ കൊണ്ടുവരും. ഹിന്ദു വിഭാഗത്തെ സംബന്ധിച്ചാണെങ്കിൽ ആ സമയത്ത് കൊണ്ടുവരും. അത്തരത്തിൽ ഏത് വിഭാഗമാണോ ഇത്തരത്തിലുള്ള അമെൻമെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ അത്യാവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ നിയമനിർമ്മാണം അത്യാവശ്യമായി വരുന്നത്, അത് കൊണ്ടുവരണം എന്നുള്ളതാണ് അഭിപ്രായം. അതല്ലാതെ അതിൽ പാരമ്പര്യമായി ഞങ്ങൾ ഇന്ന രീതിയിലാണ് ചെയ്തു വരുന്നത്, ആ പാരമ്പര്യം അനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതുന്നില്ല. ആ കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വരുന്ന വെല്ലുവിളികളെ മറികടക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തേണ്ടി വരും. അതിൽ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു സർക്കാരുമല്ല ഇപ്പോൾ നിലവിലുള്ളത്. ഒരുപക്ഷെ കോൺഗ്രസ് എല്ലാം പ്രീതിപ്പെടുത്തുന്നതിനും പ്രേരിപ്പിക്കാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഉദാഹരണത്തിന് 2013 അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത് എന്നാണ്, എന്ത് ചർച്ചയാണ് ആ പാർലമെൻറ്റിൽ നടന്നതെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു എന്ന്. 1995 എന്താണ് ഉണ്ടായിരുന്നത്? ഇവിടെയൊന്നും യാതൊരു ചർച്ചയും കൂടാതെ വഖഫ് ആക്ടുകൾ അമെൻമെൻറ്റ് ചെയ്തത്. ആ അമെൻഡ് ചെയ്തതുകൊണ്ട് ദോഷമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് 2013 കൊണ്ടുവന്ന അമെൻമെൻറ്റ് പ്രകാരം സെക്ഷൻ 40 വന്ന അമെൻമെൻറ്റ് ഏത് രീതിയിലുള്ള സ്വത്തുവകകളിലും അവകാശവാദം ഉന്നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. കാരണം അത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മുസ്ലിം സമുദായത്തെ തന്നെയാണ്. കാരണം വഖഫ് പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുവകകളിൽ ഒരു വ്യക്തതയും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ. ഒരു ഉദാഹരണം പറയാം, നമ്മൾ ഈ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലുണ്ട്. ആ വഖഫ് ട്രിബ്യൂണലിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് സമുദായങ്ങളെ ബാധിക്കുന്ന 3-4 കേസുകളെ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ആയിരക്കണക്കിന് കേസുകൾ ഈ മുസ്ലിം സമുദായത്തെ തന്നെ ബാധിക്കുന്നതാണ്. അതിനെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് വിചാരിച്ച് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ അവിടുത്തെ പുരോഹിത മേധാവിത്വങ്ങളൊക്കെ പേടിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സർക്കാരല്ല. മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. അതാണ്. ഏതായാലും വഖഫ് നിയമ ഭേദഗതി ഒരു ശക്തമായ സംവിധാനമുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമ സംവിധാനം, അതായത് ഈ ആക്ട് കൊണ്ടുവന്നത് അങ്ങനെ ഒരു സംവിധാനത്തിലാണ്. ഒന്നിലും പേടിച്ച് പിന്മാറുന്ന ഒരു സർക്കാരല്ല. മാത്രമല്ല മുസ്ലിം സമുദായത്തിന് ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടതാണ് ചർച്ച് ബില്ല് വേണമെങ്കിൽ അങ്ങനെ വരാം, ഹിന്ദു സമുദായത്തിന് വേണ്ടുള്ള ബില്ലുകൾ വേണമെങ്കിൽ അങ്ങനെ വരാം. ഇതിപ്പോൾ മുസ്ലിം സമുദായം പേടിക്കേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിന് തന്നെ ഗുണം ചെയ്യുക മാത്രമേ ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുണ്ടാവുകയുള്ളൂ എന്ന് BJPയുടെ ലീഗൽ സെൽ കൺവീനർ അഡ്വക്കേറ്റ് M.K. സുനിൽ പറയുന്നു. ഏതായാലും പരിഭ്രമങ്ങൾ അതുപോലെ തന്നെ പ്രചാരണങ്ങൾ എല്ലാം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു, സമൂഹം ഏറ്റെടുക്കുന്നു. അത് പ്രത്യേക തരത്തിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുന്നു. അതിനൊക്കെ വ്യക്തമായ മറുപടി കൂടിയാണ് അഡ്വക്കേറ്റ് M.K. സുനിൽ തന്നിരിക്കുന്നത്. ഏതായാലും ഒരുപാട് പേരുടെ ആശങ്കകൾക്ക് വ്യക്തമായൊരു മറുപടി താങ്കളിൽ നിന്നുണ്ടായി. സന്തോഷമുണ്ട്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീല 24 ലൈവ്.